ഏറ്റവും അനുഗ്രഹീതരായവരെ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ മറക്കരുത്. ഈ വാക്യങ്ങൾ ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും. ഇത്രയും പ്രത്യാശയുണ്ടോ നിനക്ക്? ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്? ഇല്ല. ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും ദാ തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു, വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിൻ്റെ ചുവട് പറയും, ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്. നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്? വിശ്വസിക്കുന്നവൻ പറയും, ഞാൻ കിളിർക്കും. എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ, ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും. എപ്പോഴാ? വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം, തകർന്നുവെന്ന് പറഞ്ഞ ജീവിതം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും, ആ ജീവിതം വളരും, ശാഖകൾ പുറപ്പെടുവിക്കും, ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ ഭാവിയെ മാറ്റും, ഉയർത്തും. ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ്. എളിമയോ, പന്നിക്കുഴി കടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന് നിന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത്. പന്നിക്കുഴി കിടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും. എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും. എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം. അതാണ് ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക്, എളിമയോടെ നിൽക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വലിയ സ്തോത്രക്കാഴ്ചകളിട്ടാലും ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് നല്ല സത്യം. എളിമയോടെ നിന്നാൽ മതി, ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ വചനം ഈ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട്. ഞാൻ വിചാരിച്ചത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു, എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇപ്പോൾ എന്ത് കരയാനാണ്? വായിക്കുമ്പോൾ തോന്നും, ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും. ഇത് നീയല്ലേ? ഈ അപ്പൻ്റെ 2 മക്കളിൽ ഇത് നീയാണ്. ഈ വഴിതെറ്റിപ്പോയത് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും. ധൂർത്തപുത്രൻ ഉപമ വായിക്കുമ്പം എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരപ്പന് 2 മക്കൾ. ഒരുപാട് കേട്ട് പ്രസംഗിച്ചും മടുത്ത വിഷയമാണിത്. ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത്, പഴയ കാര്യമല്ല. 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കൾ ആരൊക്കെയാണ്? ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ 2 മക്കളിൽ ആരൊക്കെയോ ആണ്. ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ അപ്പൻ്റെ 2 മക്കളുണ്ട്, ഒരാൾ മൂത്തയാളും ഇളയാളും. ആരാണിന്ന്? അത് അവിടെയല്ല. ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ, ഈ 2 പേരിൽ ആരൊക്കെയോ ആണ്. ഒരാൾ അപ്പനോട് പറഞ്ഞു, എൻ്റെ സ്വത്ത് എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. അന്നേരെ കൊടുത്തു. അത് ഏതപ്പനാകും? നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ എനിക്ക് 10 ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത്? അല്ല, നിങ്ങൾ 1000 വട്ടം ചിന്തിക്കും. ഇത് 1000 വട്ടം ചിന്തിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു 150 വഴക്കുണ്ടാവും. മക്കൾ ചോദിക്കുക, എന്നെ 5 ഏക്കർ സ്ഥലം എനിക്ക് അന്നേരം എന്ന് പറയുമ്പം അന്നേരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ആധാർ എഴുത്തുകാരനെ വിളിച്ച് എഴുതുവല്ല, 1500 പ്രാവശ്യം ചിന്തിക്കും, വേണോ വേണ്ടയോ എന്ന്. ചിലപ്പോൾ മുട്ടം വഴക്ക് വരെ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല. അന്നേരെ പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവസാനം എവിടെയെത്തി? പന്നിക്കുഴിയിലെത്തി. ഇനി അവിടെ കാര്യങ്ങൾ ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇനി ഒരു ജീവിതം മുഴുവൻ യൂട്ടേൺ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത്. അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തു എന്നല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി.
ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേ മരിക്കാൻ തീരുമാനിക്കും. പക്ഷേ ഒരു അത്ഭുതമുണ്ട്, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യമുണ്ട് ഈ ധൂർത്തപുത്രനോട്, നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? എവിടെ വിഷം കിട്ടും, എവിടെ കയറ് കിട്ടും, ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട്? പ്രതീക്ഷയുണ്ട് അവന്, തിരിച്ചു ചെന്നാൽ ആ അപ്പൻ കൈവിടിയേലെന്ന്, എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ. ഈ ഒരു തിരിച്ചറിവ് മതി. നീ ഇത്രയും ദൂരം പോയില്ലേ, യൂട്ടേൺ പോലെ ഒന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീണുപോയ ഒരാളാണ്, തെറ്റിപ്പോയി, എനിക്ക് വഴിതെറ്റിപ്പോയി, നിന്നെ ദൈവം ഉയർത്തിയിരിക്കും. ഇനി എനിക്ക് അത്ഭുതമായി തോന്നിയൊരു കാര്യമുണ്ട്. കാനഡയിൽ നിന്നോ UK നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ, വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായും സ്പ്രേയും ഒന്നുമായിട്ടല്ല വരുന്നത്. പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച എല്ലാവർക്കും പന്നി ഇറച്ചി ഇഷ്ടമാണ്, പക്ഷേ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല. ആ ദുർഗന്ധമൊന്നും ആരും സഹിക്കില്ല, എല്ലാവരും മൂക്കുപൊത്തി ഓടും. ആ സ്ഥലവും ആ പരിസരമൊക്കെ ആകെ വൃത്തികേടാണ്. പന്നിയിറച്ചി എല്ലാവരും നന്നോളം കഴിക്കും, പക്ഷേ ആ കൂടും പരിസരമൊന്നും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നതല്ല. ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല, പന്നിക്കുഴിയിൽ നിന്നാണ്. ദുർഗന്ധമാണ്. പണ്ട് പോയ പോലെ നല്ല കവളൊക്കെ ആയിട്ടല്ല ഇപ്പോൾ വരുന്നത്. പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കവളൊട്ടി തലമുടി നീട്ടി ഭ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരാദ്യം കണ്ടത്, മകനോ അപ്പനോ? ശ്രദ്ധിച്ചു കേൾക്കൂ, ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിനകത്ത് നടന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ 10 മണിക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ 9:30 തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും, ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും. അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ 9:30 വരും, 10 മണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വെച്ച് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ദൂരെ തകർന്ന് തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും, നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും വിലയില്ല, ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി, നിങ്ങൾ ധ്യാനം കൂടത്തില്ല, നിങ്ങൾ പാട്ട് പാടത്തില്ല, നിങ്ങൾ സ്തുതിപ്പിനെതിരാണ്, നിങ്ങൾ ആരാധനയ്ക്കെതിരാണ്. ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ചല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തിരിച്ചു വരുമെന്ന്, നിൻ്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും, എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ 10-50 പേര് ചിലപ്പോൾ പോയെന്നിരിക്കും. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണെങ്കിലും ചിലപ്പോൾ കൂട്ടാൻ പോയെന്ന് വരില്ല. പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു. നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ മതി. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എളിമയുള്ളവരെ ഉയർത്തും. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ പാട്ടുകാരനാണ്, ഞാൻ വലിയ പ്രസംഗികനാണ്, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല. ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും, ദൈവം ഉയർത്തും. അത് സത്യമാണ്. നോക്കൂ, തകർന്ന് തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന്, ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല. 2 അടി ചിലപ്പം പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. എന്നാൽ കേട്ടെ, തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഇവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ. വർഷങ്ങൾ കുറേയായി പോയിട്ട്, പണ്ട് പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. വസ്ത്രം മോശം, കവളൊട്ടി, കളറ് മാറി, തലമുടിയുടെ ഷേപ്പ് മാറി, എന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം. എത്ര മാറിയാലും, ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല. നിന്നെ ദൈവം മറക്കത്തില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പം പറയില്ലേ, 2 പേരെ വിളിച്ചിട്ട്, എടാ എൻ്റെ മകനാണ്, അവനാണോ വരുന്നത്, അവനെപ്പോലെ മുഖഷേപ്പുള്ള ഒരുത്തനാണല്ലോ കയറി വരുന്നത്, എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. ആരോടും ചോദിച്ചില്ല. ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി ഇതെൻ്റെ മകനാണ്. ഏത് കോലത്തിലായിപ്പോയാലും, ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും, ഏത് കഠിനമായ പാപത്തിൽ പെട്ടുകിടക്കുവാണേലും, എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങിക്കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട്.